ഭരണത്തിലേറുന്ന മുന്നണി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തോടെയായിരിക്കും പ്രതിപക്ഷം ഇനി പ്രവർത്തിക്കുക എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇതിനുള്ള പദ്ധതികൾ വയനാട് നേതൃ ക്യാമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കോൺഗ്രസിലെ പൂർണ്ണ ഐക്യമാണ് വയനാട് നേതൃ ക്യാമ്പ് നൽകുന്ന സന്ദേശമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കോഴിക്കോട് മാതൃഭൂമി ഓഫീസ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും. വയനാട്ടിലെ 2 ദിവസത്തെ നേതൃ ക്യാമ്പ് കഴിഞ്ഞ് ചുരമിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വലിയ ആത്മവിശ്വാസമുണ്ടല്ലോ മുഖത്ത്. എന്താണ് വയനാട് സമ്മാനിച്ചത്? ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം ഞങ്ങൾക്കൊരു ഊർജ്ജമായി, ഒരു ഇന്ധനമായി മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ, അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഇതിനേക്കാൾ വലിയ വിജയം, ഒരു 100 സീറ്റിലധികം നേടി വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ചെയ്തത്. അത് വളരെ കൃത്യമായി ഏറ്റവും മോൾത്തട്ടിൽ മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ ഒരു ടീമായി, ഒരു മനസ്സായി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ദിവസത്തെ ക്യാമ്പ് കോൺഗ്രസ് നേതൃത്വത്തിന് എല്ലാവർക്കും, എല്ലാ തലങ്ങളിലുള്ളവർക്കും വലിയ ആവേശം നൽകിയിരിക്കുന്ന ഒരു ക്യാമ്പാണ്. വളരെ ഗൗരവതരമായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയ നേതാക്കളുടെ ഒരു നിര തന്നെ കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. വളരെ ഊർജ്ജസ്വലരായ ഒരു 2ാം നിരയും 3ാം നിരയും ആ കോൺഗ്രസിനുണ്ട്. ആ ആത്മവിശ്വാസം ടീം UDF ആയിട്ട് UDF നിൽക്കുന്നു. ടീം UDFനെ 100 സീറ്റിലധികം നേടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം. 100 സീറ്റ് നമ്മൾ പറയുന്നത് വലിയ കോൺഫിഡൻസോടെ ഒരു 100 സീറ്റ് പറയും. എന്താണ് ഇതിൻ്റെ ആധാരം? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ, വ്യക്തികൾ, ഇൻഫ്ലുവൻസേഴ്സ്, ഒപ്പീനിയൻ മേക്കേഴ്സ് ഇടതുപക്ഷ സഹയാത്രികരായി കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കാലം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നടന്നിരുന്നവർ പ്രതീക്ഷയോടുകൂടി, അവരുടെ പ്രതീക്ഷയെല്ലാം അറ്റും, അവരെല്ലാം ഞങ്ങളുടെ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ഇത് പുറത്തുനിന്ന് നോക്കിക്കാണുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ മാത്രമല്ല, ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ അടിത്തറ ഒന്നുകൂടി വികസിക്കും. അതങ്ങനെ വളരെ മോഹിപ്പിക്കുന്ന രീതി, അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വിപുലീകരണം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എന്തായിരിക്കും? അത് അങ്ങനെ അത്ര പ്രധാനപ്പെട്ട ആളുകൾ അപ്പോൾ വിസ്മയം പോവില്ലേ, സർപ്രൈസ് പോവില്ലേ? നേരത്തെ തന്നെ നമ്മളത് സർപ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ? CPI ഉണ്ടാവുമോ? ഇല്ല, ആരുണ്ട് എന്നുള്ളതല്ല. ഞങ്ങൾ കാണുന്നത് എന്താ, ഒരു പുതിയ കേരളം, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന, കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു കേരളത്തിൻ്റെ നിർമ്മിതിയാണ് UDF പ്രതീക്ഷ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു യോജിച്ച മുന്നേറ്റം. ക്യാമ്പിൽ ഒരു ശ്രദ്ധേയമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് അവരുടെ ഐക്യ സ്വഭാവം ഉണ്ടാകും. അത് ക്യാമ്പിൽ നൽകിയ സന്ദേശമാണ്. പലപ്പോഴും UDFനെ പറ്റി പറയുന്നതാണ്, UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നില്ല. കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും. എന്തുകൊണ്ടാണ്? CPMലുള്ള ഒരു ഏകാധിപത്യമോ സർവാധിപത്യമോ ഇല്ല. ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം ക്യാമ്പിലെടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ ഭരണമാറ്റത്തിലേക്ക് എത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശശി തരൂര് ഒക്കെ നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു, പക്ഷെ അദ്ദേഹമൊക്കെ ക്യാമ്പിൽ പങ്കെടുത്തു. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ പോലും മാറി നിൽക്കില്ല. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യും. ഇതുപോലത്തെ ഒരു ടീം വർക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ടീം വർക്കായിരിക്കും ഈ ഇലക്ഷൻ. ഇനി നമ്മൾ വെറും പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നവരാണ്. ഏതെല്ലാം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ നമ്മൾ കുറ്റപ്പെടുത്തി അവിടെയെല്ലാം ഞങ്ങൾക്ക് ബദൽ പദ്ധതികളുണ്ട്. ഞങ്ങൾ എവിടെയെല്ലാം ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കി, ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടു, അവിടെയെല്ലാം ഞങ്ങൾക്ക് വിജയത്തിൻ്റെ ഫോർമുലയും കേരളത്തിനെ കൈപിടിച്ച് ഉയർത്താനുള്ള ഫോർമുലയും ഞങ്ങൾക്കുണ്ട്. കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വൻപിച്ച അടിസ്ഥാനപരവും ദൂരവ്യാപകവുമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുക.